സുഹൃത്തുക്കളെ, നമുക്ക് മത്സ്യകൃഷിയെക്കുറിച്ചൊന്ന് പരിചയപ്പെട്ടാലോ? ഞാൻ ആലപ്പുഴ റോഡിലെ മാമ്പഴക്കരിക്ക് സമീപം ശ്രീനാഥ്, സജീവൻ എന്നിവർ ചേർന്ന് നടത്തപ്പെടുന്ന മത്സ്യ ഫാമിന്റെ അടുത്താണ്. നമുക്ക് ഇന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം കാത്തിരുന്ന ഒരു വിളവെടുപ്പ് കൾട്ടിവേഷൻ ദിനമാണ് ഇന്ന്. നമുക്ക് അവരെക്കുറിച്ച്, മത്സ്യകൃഷിയെക്കുറിച്ചും അതിന്റെ വിളവെടുപ്പും മാർക്കറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഓക്കെ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരളത്തിലെ നെൽപ്പാടങ്ങൾ പലയിടത്തും കൃഷി ചെയ്യാതെ വർഷങ്ങളായി കാട് കയറി ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുകയാണല്ലോ. കൂടാതെ മിക്ക സ്ഥലങ്ങളിലും നെൽകൃഷി വർഷത്തിൽ ഒരു പ്രാവശ്യമേ ചെയ്യുന്നുള്ളൂ. നെൽകൃഷിയുടെ കാലാവധി 4 മാസമാണ്. ബാക്കി 8 മാസങ്ങൾ പാടങ്ങൾ വെറുതെ കിടക്കുകയാണല്ലോ. ഇത്തരത്തിലുള്ള നെൽപ്പാടങ്ങൾ ഉപയോഗിച്ച് സാന്ദ്രത കൂടിയ മത്സ്യകൃഷി ചെയ്ത് മികച്ച വരുമാനം നേടുവാനും അതുവഴി അനേകർക്ക് ഉപജീവന മാർഗം ലഭിക്കുവാനുമുള്ള മത്സ്യകൃഷിയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. കുറഞ്ഞ ചെലവിൽ ചുരുക്കം സമയം കൊണ്ട് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ്, സാന്ദ്രത കൂടിയ മത്സ്യകൃഷിയെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യം ചെറിയ വിവരണം നൽകിയ ശേഷം കർഷകരുമായും മാർക്കറ്റ് ചെയ്യുന്നവരുമായിട്ടുള്ള പ്രതികരണം കാണാം. സ്കിപ്പ് ചെയ്യാതെ ദയവായി കാണുമല്ലോ. ഹൈ ഡെൻസിറ്റി ഫാമിംഗ്, സാന്ദ്രത കൂടിയ കൃഷി, തൊഴിൽ രഹിതർക്കും കുറച്ചൊക്കെ മെനക്കെടാൻ മനസ്സുള്ളവർക്കും കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്നതും മികച്ച വരുമാനം ലഭിക്കുന്നതുമായ ഒരു മേഖലയാണ് മത്സ്യകൃഷി. മത്സര സാധ്യത തീരെ ഇല്ലാത്തതിനാലും എത്ര തന്നെ ഉൽപാദനം നടത്തിയാലും ആവശ്യക്കാർ ഏറെ ഉള്ളതിനാലും ഈ കൃഷി പരാജയപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിനായി ചിലവ് കുറഞ്ഞ മത്സ്യക്കുളങ്ങൾ തയ്യാറാക്കാൻ കഴിയുന്ന താഴ്ന്ന സ്ഥലങ്ങളിലുള്ള പാടശേഖരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. മീൻ കൃഷിക്കുള്ള സ്ഥലങ്ങൾ 2 തരത്തിൽ കണ്ടെത്താവുന്നതാണ്. ഒന്നാമത്, കൃഷി ചെയ്യാതെ തരിശായി കാട് കയറി കിടക്കുന്ന പാടശേഖരങ്ങൾ. രണ്ടാമത്, നെൽകൃഷിക്ക് ശേഷമുള്ള സമയത്ത് കൃഷി ചെയ്യാവുന്ന നെൽപ്പാടങ്ങൾ. നമുക്ക് ഒന്നാമത്തെ രീതി പരിശോധിക്കാം. തരിശ് പാടത്തെ കൃഷി ചെയ്യുന്ന വിധം. തരിശ് പാടങ്ങൾ പാട്ടത്തിനെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം സുലഭമായി ലഭിക്കുന്നതും ബണ്ട് സൗകര്യമുള്ള പാടങ്ങളും ആയാൽ വളരെ നന്നാണ്. ആദ്യഘട്ടമായി മീൻകുളമാക്കി പരുവപ്പെടുത്തുക എന്നത് ശ്രമകരമായതും ചെലവേറിയതുമായ ഒരു ജോലിയാണ്. ഫിഷറീസ് വകുപ്പിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി മീൻകുളം പരുവപ്പെടുത്തുന്നതിനും മറ്റുമായുള്ള ചിലവുകൾക്ക് സാമ്പത്തിക സഹായം തരപ്പെടുത്താവുന്നതുമാണ്. സാധാരണ 1 ഏക്കർ പാടത്തിന് പാട്ടത്തുക ഏകദേശം 25,000 രൂപ വരെയാണ്. മീൻകുളം പരുവപ്പെടുത്തുന്ന ചിലവുകൾ കർഷകനാണ് വഹിക്കുന്നതെങ്കിൽ കർഷകനെ 1-2 വർഷത്തേക്ക് പാട്ടത്തുക ഇളവ് ചെയ്തു തരണമെന്ന് ഭൂവുടമകളോട് ആവശ്യപ്പെടാവുന്നതാണ്. അതങ്ങനെ അവർ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. 10 ഏക്കറാണ് മീൻകുളം തയ്യാറാക്കുന്നതെങ്കിൽ ഏകദേശം 1.5 ലക്ഷം വരെ മീൻ കുഞ്ഞുങ്ങളെ ഇടാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് 1 ലക്ഷം മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു മീൻകുളം മാതൃകയാക്കി എടുത്തിട്ട് അതിന് വരാവുന്ന ചെലവുകളും അതിന്റെ കണക്കുകളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മീൻ കുഞ്ഞുങ്ങളെ പ്രധാനമായും 2 വിധത്തിലാണ് നാട്ടിലെത്തിക്കുന്നത്. ഒന്ന് റോഡ് വഴിയും പിന്നെ വിമാനം വഴി എത്തിക്കുന്നുണ്ട്. റോഡ് വഴി വണ്ടിയിൽ എത്തിക്കുന്ന മീൻ കുഞ്ഞുങ്ങളെ മുഴുവനും എണ്ണാൻ പ്രയാസമുള്ളതിനാൽ അവയുടെ കുറച്ച് സാമ്പിൾ തൂക്കം എടുത്തിട്ട് ആ കുഞ്ഞുങ്ങളുടെ എണ്ണം എടുക്കും. ആ എണ്ണം എടുത്തിട്ട് ആ എണ്ണത്തിന് ആനുപാതികമായി ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ കിലോ തൂക്കം എടുത്തിട്ട് അതിന് ആനുപാതികമാണ് മീൻ കുഞ്ഞുങ്ങളുടെ എണ്ണം എടുക്കുന്നത്. 1 ലക്ഷം മീൻ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ 80,000 മീൻ കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും. എന്നാൽ വിമാനം വഴി ലഭിക്കുന്ന മീൻ കുഞ്ഞുങ്ങളുടെ പെട്ടിയിലുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കൃത്യമാണെന്നും പറയപ്പെടുന്നു. ഇനി അടുത്ത കാര്യം, മീൻ കുഞ്ഞുങ്ങളുടെ നഴ്സറി കാര്യം ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ 10 ഏക്കർ മീൻകുളത്തിന്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. 10 ഏക്കർ മീൻകുളത്തിന്റെ 10% 1 ഏക്കർ കണക്കാക്കിയാണ് നഴ്സറി ക്രമീകരിക്കുന്നത്. നമ്മൾ വാങ്ങുന്നത് വാള മീൻ കുഞ്ഞാണെന്ന് കരുതുക. ഒരു മീൻ കുഞ്ഞിന് 2.5 രൂപ മുതൽ 3 രൂപ വരെ നഴ്സറിയിൽ എത്തുമ്പോൾ വില വീഴാറുണ്ട്. ഈ തീരെ ചെറിയ മീൻ കുഞ്ഞുങ്ങളെ 4 മാസം വരെ നഴ്സറിയിൽ പരിപാലിക്കേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ പ്രോട്ടീൻ ആഹാരമാണ് അവയ്ക്ക് നൽകേണ്ടത്. മീൻ കുഞ്ഞ് വളരുന്ന മുറയ്ക്ക് അവയുടെ ആഹാരത്തിന് തരം വർദ്ധിപ്പിക്കാവുന്നതാണ്. നഴ്സറി കാലഘട്ടത്തിൽ മീൻ തീറ്റ ഇനത്തിൽ നല്ലതുപോലെ ചെലവ് വരുന്നുണ്ട്. നഴ്സറി പരുവം കഴിയുമ്പോൾ ഒരു മീനിന് ഏകദേശം 15 മുതൽ 20 രൂപ വരെ ചെലവാകാറുണ്ട്. 4 മാസം കഴിയുമ്പോൾ ഇവയെ നഴ്സറിയിൽ നിന്ന് തുറന്ന് പ്രധാന കുളത്തിലേക്ക് ഇറക്കി വിടാവുന്നതാണ്. ഇനി മീനുകൾക്ക് ചിലവ് കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാവുന്നതാണ്. അതിനായി ഹോസ്റ്റല്, കാറ്ററിംഗ്, ബേക്കറി, ബോർമ എന്നിവിടങ്ങളിൽ മിച്ചം വരുന്ന ആഹാര പദാർത്ഥങ്ങൾ ശേഖരിച്ച് കൊടുക്കാവുന്നതാണ്. തീറ്റ നേരിട്ട് പോയി ശേഖരിക്കുകയോ അല്ലെങ്കിൽ ഇവ എത്തിച്ചു തരുന്നവരിൽ നിന്നും വാങ്ങാവുന്നതാണ്. മീൻ നഴ്സറി ഒരാളെ കൊണ്ട് നോക്കി നടത്താം. എന്നാൽ മീൻകുളത്തിലെ പരിപാലനത്തിന് കുറഞ്ഞത് 2 പേരെങ്കിലും ആവശ്യമാണ്. വിസ്തൃതമായ സ്ഥലത്തേക്ക് മീൻ നീങ്ങുന്നതിനാൽ മീനുകളെ ഇടതടവില്ലാതെ നിരീക്ഷിക്കേണ്ടത് ശ്രമകരമായ ഒരു കാര്യമാണ്. പുഴയിലെ കടുവയായ നീർനായാണ് പ്രധാന വില്ലൻ. കൂടാതെ മീനുകൾ ചത്തുപൊങ്ങുന്നുവോ, അവ ചാകാനുള്ള കാരണമെന്ത്, പൂപ്പൽ രോഗമോ മറ്റുള്ള രോഗങ്ങളോ അതിനെ ബാധിച്ചിട്ടുണ്ടോ, വെള്ളത്തിന്റെ ഘടന ഏത് വിധം, അമോണിയുടെ സാന്നിധ്യം വെള്ളത്തിലുണ്ടോ എന്നിവ ശ്രദ്ധിക്കുകയും അതിനുള്ള പ്രതിവിധികൾ തക്ക സമയത്ത് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.
കൂടാതെ അമോണിയയുടെ സാന്നിധ്യം മീൻകുളത്തിൽ വന്നാൽ മീൻ കൂട്ടത്തോടെ ചത്തൊടുങ്ങാനുള്ള സാധ്യത വളരെയേറെയാണ്. ഏകദേശം 1 വയസ്സെത്തുമ്പോൾ സാധാരണയായി വിളവെടുപ്പ് ആരംഭിക്കാം. 80,000 എണ്ണം എന്ന് കരുതി ഇട്ട മീൻ കുഞ്ഞുങ്ങൾ പിന്നീട് നഴ്സറി മുതൽ വിളവെടുപ്പ് കാലം വരെ എത്തുമ്പോൾ പലപ്പോഴായി 1-2 ചത്ത് ഏകദേശം അതിന്റെ എണ്ണം ഇപ്പോൾ 50,000 മുതൽ 60,000 വരെ എണ്ണം ആയേക്കാം. വിളവെടുപ്പ് സമയത്ത് ഒരു വാളമീന് ഇപ്പോൾ 30 രൂപ ശരാശരി ചെലവ് വന്നിട്ടുണ്ടാവും. 1 വയസ്സായ വാളമീനിന്റെ തൂക്കം ശരാശരി 2 കിലോ വരെ എത്തിയിട്ടുണ്ടാവും. നമ്മുടെ മീൻകുളത്തിൽ ഇപ്പോൾ 50,000 വാളമീനുകൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. 50,000 മീനുകൾക്ക് 2 കിലോ വെച്ച് കൂട്ടുമ്പോൾ നമ്മുടെ മീൻകുളത്തിൽ ഇപ്പോൾ 1,00,000 കിലോയുള്ള വാളമീനുകൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. 1 കിലോയ്ക്ക് കർഷകന് ലഭിക്കുന്ന 50 രൂപയാണെന്നും സങ്കല്പിക്കുക. അങ്ങനെ എങ്കിൽ ഒരു മത്സ്യകൃഷി കൊണ്ട് 1 വർഷം കൊണ്ട് കർഷകന് ഏകദേശം 50 ലക്ഷം രൂപ വിറ്റുവരവ് ഇതിനകത്ത് ഉണ്ടാക്കാം. ഒരു കാര്യം ഓർക്കുക, വെള്ളപ്പൊക്കം, മീനിനെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ ഒന്നും ഉണ്ടായില്ല എങ്കിൽ മീൻ കൃഷി വളരെ ലാഭകരമായ കൃഷിയാണ്. മീൻകുളം ഒരുക്കൽ മുതൽ മീൻ പിടിക്കുന്ന വരെയുള്ള ചിലവുകൾ കണക്കിലെടുത്താൽ വിറ്റുവരവിന്റെ പകുതിയോളം ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 50 ലക്ഷമാണ് വിറ്റുവരെങ്കിൽ പ്രോഫിറ്റ് ഒരു പക്ഷേ 25 ലക്ഷം രൂപയായിരിക്കാം. ഇനി അടുത്തത് രണ്ടാമത് കൃഷി രീതിയെ കുറിച്ച് പരിചയപ്പെടുത്താം. ഇനി നമ്മൾ അടുത്തത് കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരത്തിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ 4 മാസമാണ് നെൽകൃഷി വിതച്ച് കഴിഞ്ഞിട്ട് കൊയ്യാവുന്ന സമയം. നെൽകൃഷി കഴിഞ്ഞ പാടം മീൻ വളർത്ത കുളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് കുളമൊരുക്കൽ ചിലവ് ആദ്യ രീതിയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. നെൽകൃഷിയുടെ വിത്ത് വിതയ്ക്കുന്ന അതേ സമയത്ത് സമാന്തരമായി നെൽപ്പാടത്തിന് അധികം ദൂരമല്ലാത്ത സ്ഥലത്ത് നഴ്സറി ക്രമീകരിച്ച് മീൻ കുഞ്ഞുങ്ങളെ അവിടെ വളർത്തി തുടങ്ങാവുന്നതാണ്. 4 മാസം കൊണ്ട് നെല്ല് വിളഞ്ഞ് കൊയ്ത്ത് കഴിയുമ്പോൾ പാടത്ത് വെള്ളം കയറ്റി 4 മാസം പ്രായമായ മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി വിടാവുന്നതാണ്. പിന്നീട് 8 മാസം കഴിയുമ്പോൾ വളർച്ച പൂർത്തീകരിച്ച് മീനുകളെ വിളവെടുപ്പ് നടത്താവുന്നതാണ്. അതിനുശേഷം നെൽകൃഷി വീണ്ടും തുടങ്ങാവുന്നതാണ്. നെൽപ്പാടത്തിന്റെ അധികം ദൂരമല്ലാത്ത സ്ഥലം തിരഞ്ഞെടുത്താൽ മീൻ കുഞ്ഞുങ്ങളെ മീൻപാടത്തേക്ക് ഇറക്കി വിടുന്നതിനുള്ള ചിലവും സമയവും നമുക്ക് ലാഭിക്കാവുന്നതാണ്. മീനുകൾ കച്ചവടത്തിന് പാകമാകുമ്പോൾ മീൻ മൊത്തമായി എടുത്തുകൊണ്ട് പോകുന്ന കച്ചവടക്കാർ നേരിട്ട് വന്ന് മീൻ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. മീൻ പിടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കർഷകന്റേതും കൂടെയാണ്. പുതുതായി മീൻ കൃഷിയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ വൻകിട മീൻ കൃഷിയിലേക്ക് എടുത്തു ചാടാതെ കുറഞ്ഞ സ്ഥലത്ത് മീനുകളെ പരീക്ഷണാടിസ്ഥാനത്തിൽ വളർത്തി മീൻ കൃഷിയുടെ വരും വരായികൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം കൂടുതൽ സ്ഥലം എടുത്ത് വൻകിട കൃഷിയിലേക്ക് ഇറങ്ങിയാൽ കൃഷി മൂലം വന്നേക്കാവുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. മീൻ കൃഷി ചെയ്യുന്നവരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മീൻ കൃഷിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ആഴത്തിലുള്ള പഠനമോ നല്ല രീതിയിലുള്ള പ്ലാനിങ്ങോ ഇല്ലാതെ ഞങ്ങളുടെ വീഡിയോ കണ്ട് മീൻ കൃഷിയിലേക്ക് ഇറങ്ങി വരുത്തി വയ്ക്കാവുന്ന സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ചാനൽ ഉത്തരവാദിയല്ല എന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങൾ അവതരിപ്പിച്ച സ്ഥിതിവിവര കണക്കുകളെല്ലാം പൂർണ്ണമായി ശരിയാകണമെന്നുമില്ല. നമുക്കിനി അടുത്ത മീൻ കർഷകർ എന്താ പറയുന്നതെന്നും കൂടാതെ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നവർ എന്താ പറയുന്നതും കൂടെ ശ്രദ്ധിക്കാം. സുഹൃത്തുക്കളെ, എൻ്റെ സമയം ഇപ്പോൾ മികച്ച ഒരു മത്സ്യ കർഷകൻ ശ്രീനാഥ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. നമുക്ക് ചോദിക്കാം. ശ്രീനാഥ്, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് മത്സ്യകൃഷിയുടെ കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? എങ്ങനെയുണ്ട് മത്സ്യകൃഷി വളർത്താൻ കുറെ കഷ്ടപ്പാടുണ്ടെങ്കിലും അതൊരു ലാഭകരം തന്നെയാണ്. നഷ്ടമെന്ന് ഞാൻ പറയുന്നില്ല. കഷ്ടപ്പാട് വളർത്താൻ ഒത്തിരി കഷ്ടപ്പാടുണ്ട് മീൻ വളർത്താനായിട്ട്. ഒന്ന് വെള്ളപ്പൊക്കമുണ്ട്, 2 നീർനായയുടെ ശല്യം ഏറ്റവും കൂടുതലാണ്. കഴുന്ന ഇവിടെ ഉണ്ടാവും. അപ്പം അതിനെ നോക്കണം. അത് നീർനായ എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ വരുന്നത്. നമുക്ക് അതിനെ ഒറ്റയ്ക്ക് നേരിടാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മളെ കൂടെ ആക്രമിക്കുന്നതാണ്. അങ്ങനെയുണ്ടല്ലേ? അതെ. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മത്സ്യകൃഷിയെ കുറിച്ച് ഒന്ന് ചെറിയൊരു ഔട്ട്ലൈൻ, അതായത് ഇതിന് തുടക്കം മുതൽ നിങ്ങളിപ്പം പുതിയൊരു എന്താ പറയുന്ന പാടം എടുക്കുന്ന അല്ലെങ്കിൽ ആ കുളം തയ്യാറാക്കുന്ന മുതൽ ചെറിയൊരു ഔട്ട്ലൈനായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഞാനൊരു മോഹത്തിന് വേണ്ടി തുടങ്ങിയതാണ്. ഈ ഒരു കുളം മാത്രമേ എനിക്കുള്ളൂ. ഇനി വേറെ കുളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് ആദ്യമേ പറഞ്ഞേക്കാം. പിന്നെ ഇത് വളർത്തണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പാട് വളരെ കൂടുതലാണ്, ആദ്യം പറഞ്ഞേക്കാം. പിന്നെ ഇത് തരിച്ചു കിടന്ന പാടമായിരുന്നു. കണ്ടൽക്കാട് ഒടിച്ച് കാടും പിടിച്ച് പോളയും പിടിച്ച് കിടന്നതാണ്. 2018 ഇത് ഞാൻ ഏറ്റെടുത്ത് പ്രളയം വന്നു. മൊത്തം മീനും പോയതാണ്. 18 തുടങ്ങുന്നത്. ആ പ്രളയത്തിൽ എനിക്കൊരു 15 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതാണ്. ആ നഷ്ടം സംഭവിച്ചിട്ടും 21ാമത്തെ ദിവസം വീണ്ടും 5 ലക്ഷം രൂപ മുടക്കി കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണ് എനിക്കിത് വിജയിപ്പിക്കാൻ പറ്റിയത്. അത്ര നഷ്ടം വന്നിട്ടും അത്ര നഷ്ടം വന്നിട്ട് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എന്നെ പരാതി പറഞ്ഞിട്ടും പള്ളു പറഞ്ഞിട്ടും ഞാൻ മാറിയില്ല. വീണ്ടും കുഞ്ഞുങ്ങളെ ഇട്ടു. അതുകൊണ്ട് മാത്രം എനിക്കിത് വിജയിപ്പിക്കാൻ പറ്റി. ഇപ്പം നഷ്ടമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നഷ്ടവുമല്ല.
പക്ഷെ അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് വളർത്തിക്കൊണ്ട് പോകാനായിട്ട്. ഇപ്പൊ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്, ആൾക്കാർ പലതൊക്കെ തുടങ്ങി. കോമ്പറ്റീഷൻ ഇല്ല, ഇഷ്ടംപോലെ ഫേസ് ഉണ്ട്. അതുകൊണ്ട് കോമ്പറ്റീഷൻ എന്നുള്ള ഇതിന്റെ ആദ്യത്തെ ഒരു ഔട്ട്ലെറ്റ് പറയാം, ഒരു തരിശു എന്നാലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ക്ലീൻ ചെയ്യും? നമ്മളത് ആദ്യം പറ്റിച്ചു, ആദ്യം പോളയും കടവിലും മാറി വൃത്തിയാക്കി കഴിഞ്ഞ് പറ്റിച്ചു ആദ്യം കക്കായിട്ട് അതിട്ട് ഒരു വെള്ളം എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ നേഴ്സറി തിരിച്ച് നേഴ്സറിക്കകത്ത് തീരെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുന്നത് ആ കുഞ്ഞുങ്ങളെ ഇട്ടു. ഒരു 4 മാസം കുഞ്ഞുങ്ങളെ വളർത്തി അത് കഴിഞ്ഞ് മൊത്തത്തിൽ പാടത്തേക്ക് തുറന്നു വിടുവാണ്. 4 മാസം വളർത്തും അല്ലേ? 4 മാസം നേഴ്സറിക്കകത്ത് വളർത്തും. അപ്പൊ അതിനകത്ത് കൊടുക്കുന്ന സമയത്ത് അതിന്റെ പ്രത്യേകിച്ച് കെയറിങ് എന്തോ, ഈ നിങ്ങൾ അങ്ങനെ ഇടാനുള്ള കാരണം എന്തോ? അത്ര ഒരു ഭാഗമായിട്ട് നഴ്സറി ഒന്ന് വിലയി തീരെ, അതായത് നമ്മുടെ നഖത്തിന്റെ വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഈ നഖം ഇങ്ങനെ വെട്ടിയാൽ എന്നാ വലിപ്പമുണ്ട്, അത്രയും വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ, തീരെ കുഞ്ഞുങ്ങൾ അത്ര ഒന്നും കാണാൻ പോലും എത്രയേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നേഴ്സറിക്കകത്ത് ഇട്ടില്ലെങ്കിൽ പുളകൻ പിടിക്കും, പാമ്പ് പിടിക്കും, മാക്രി പിടിക്കും, അതുപോലുള്ള ജീവികളെല്ലാം ഈ മീനെ പിടിക്കും. അല്ലേ, വലിയ മീനുണ്ടെങ്കിൽ വരാലെ കാരി ഉണ്ടെങ്കിൽ പോലും ചെമ്പല്ലി ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നും. അപ്പൊ അതിനെയെല്ലാം മാറ്റിയിട്ട് നേഴ്സറിക്കകത്തിട്ട് ഒരു 6 ഇഞ്ച് വലിപ്പം ആയി കഴിഞ്ഞിട്ട് പുറത്തോട്ട് വിടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർ മൊത്തം തിന്ന് തീർക്കും, നമുക്ക് നമ്പർ കിട്ടത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങളിപ്പോ ഈ കുറച്ചെണ്ണത്തിൽ ഇപ്പൊ പിടിച്ചു, ഇപ്പൊ അടുത്ത കുഞ്ഞുങ്ങൾ ഇടുമ്പോഴത്തേക്കും ഇതൊരു എത്ര വലുപ്പമാകുമ്പോഴാണ് ഇതിന്റെ കൂട്ടത്തിൽ ഇറക്കി വിടുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 കിലോ ടൈപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് വിടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുവരെ ഏത് കുളത്തിലിടും? സെപ്പറേറ്റ് ഒന്നുമില്ല, വലുതിനെ പിടിച്ചു മാറ്റി കഴിയുമ്പോഴും പിന്നെ ചെറുത് തീറ്റിന്ന് വലുതായിക്കോളും, അതേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോ ഏതെങ്കിലും അബദ്ധത്തിൽ ഒരു 5-8 10 ഇതിനകത്തൊക്കെ വലുത് കടന്നു പോയെന്ന് വിചാരിച്ചു, കടന്നു പോയി കുഞ്ഞുങ്ങളെ തിന്നുമോ? ഇതൊരിക്കലും കുഞ്ഞുങ്ങളെ തിന്നത്തില്ല. കുഞ്ഞുങ്ങൾക്ക് തീറ്റ കിട്ടുന്ന കുറവായിരിക്കും. സാധാരണ വലിയ മീനൊക്കെ കിടക്കുമ്പോൾ വലിയ മീനെ കൂടുതൽ തീറ്റ കിട്ടത്തുള്ളൂ, ചെറിയ മീന് തീറ്റ കിട്ടത്തില്ല. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ഇതിന് ശേഷം ഈ 3 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് ഇറക്കി വിട്ടു. പിന്നെയുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പിന്നെ കെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും നോക്കണം. എന്തെങ്കിലും മീനിന്റെ വെള്ളത്തിന് മോശമാണെങ്കിൽ അറിയാൻ പറ്റും, മീൻ പൊങ്ങും. പിന്നെ അതുപോലെ എല്ലാ കേസും നമ്മൾ ഡെയിലി നോക്കുവാണെങ്കിൽ പറഞ്ഞാൽ സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ അങ്ങനെ ദൂരെ കിടക്കുമല്ലോ, അപ്പൊ അങ്ങോട്ടുള്ള കണ്ണ് നിങ്ങൾക്ക് എത്തത്തില്ലല്ലോ. അതിന് നിങ്ങൾ എന്തെങ്കിലും? നമുക്ക് ബോട്ടുണ്ട്, വെള്ളമുണ്ട്. വള്ളത്തിൽ നമ്മൾ കയറി തുഴഞ്ഞ് എല്ലാം ചെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ എന്ത് ഇതുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ എക്സ്പീരിയൻസ് വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും, ഏകദേശം പറ്റും. അല്ലെങ്കിൽ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ സംവിധാനമുണ്ട്. pH ഒക്കെ നിങ്ങൾ ഇറക്കി ചെക്ക് ചെയ്യാം. നമുക്ക് pH-ന് മേളിൽ അമോണിയ ഉണ്ട്, അപ്പം ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനും മേലുണ്ടെങ്കിൽ അതിന് കൺസൾട്ടിങ് ഉണ്ട്, അതിന് മരുന്നുണ്ട്. ആ മരുന്നെല്ലാം കൊടുത്താൽ അത് മാറി കിട്ടും. അപ്പൊ ഈ സംഭവം തുടങ്ങിയല്ലോ, കൃഷി തുടങ്ങിയിട്ട് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ 2018 വെല്ലുവിളി പോലെ അല്ലാതെ വേറെ അതിനുശേഷം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 2018 വെള്ളപ്പൊക്കം, 2019 വെള്ളപ്പൊക്കം, 19 രണ്ടാമത് ചെറിയ വെള്ളപ്പൊക്കം ഒന്നും അല്ല. ഇതൊക്കെ മുട്ടത്തെ വെള്ളം, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മുട്ടത്തെ വെള്ളം ഉണ്ടായിരുന്നു. ഒഴുകി പോയി അല്ല, അതൊക്കെ ഒന്നും പോയില്ല. നമ്മൾ മൊത്തം ഫെൻസിങ് ആണ്. എനിക്ക് ഫെൻസിങ് ഉണ്ട്, അങ്ങോട്ടുള്ളതും അല്ല ഫെൻസിങ് ഉണ്ട്. എന്നാലും കുറെയൊക്കെ പോകും. ഈ എലിയൊക്കെ വെട്ടി വലക്ക് കിഴുത്ത വരും, അപ്പൊ അങ്ങനെ കുറെയൊക്കെ പോകും. പിന്നെ ഇതിനകത്ത് ഈ മീനെ ചാകാൻ, അതായത് മീൻ ചത്തുപോയാൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വരാനുള്ള എന്തൊക്കെ ഇതാ ഉള്ളത്? ചൂട് സമയത്ത്, വെള്ളം കുറവുള്ള സമയത്താണ്, ചൂടുള്ള സമയത്ത് പെട്ടെന്ന് മീൻ ചത്തുപോകുന്നത്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഏകദേശം എത്ര ഡിഗ്രി വരെ ആകാം മീന് ഇതില്ലാത്ത, അതായത് മീന് എന്നാ പറയുക, അവരുടെ ജീവിതത്തിന് ജീവിതത്തിലല്ലേ നമ്മൾ ഈ ഉണക്ക് വരും, അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ വരുമ്പോഴത്തേക്കും കനത്ത ചൂടാണ്. ഈ കനത്ത ചൂട് വരുമ്പോഴത്തേക്കും ഈ പാടത്ത് നമ്മൾ അടിച്ചു കയറ്റുന്ന മോട്ടോർ വെച്ച് വെള്ളം അടിച്ചു കയറ്റുന്നുണ്ട്. അടിച്ചു കയറ്റിയാൽ പോലും നിൽക്കത്തില്ല, ഈ ചൂട് കൊണ്ട് വെള്ളം പറ്റിപ്പോകും. അപ്പൊ പുറത്തെ കാട്ടിലും മാട്ടിലുള്ളതിനെക്കാട്ടിലും ഇത് കണ്ടമാണല്ലോ, അപ്പൊ അത്ര താഴ്ചയില്ലാത്ത വരുമ്പോഴത്തേക്കും മീൻ കൂട്ടത്തോടെ ചത്തുപോകും. അങ്ങനെ ഞങ്ങൾക്ക് ഈ വർഷം സംഭവിച്ചതാണ്. അങ്ങനെ പഞ്ചായത്ത് ബന്ധപ്പെടുകയും പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെടുകയും വിളിച്ച്, അപ്പൊ നമ്മളതിനെ മീൻ പിടിച്ച് വെട്ടിക്കണക്കിന് കുഴിച്ചിട്ടതാണ്. കുഴിച്ചിരുന്ന നമ്മൾ പുറത്ത് പറമ്പിലോട്ടും കുഴിച്ചിടും. എല്ലാം ചത്തു പൊങ്ങും. അങ്ങനെ ഇഷ്ടം പോലെ എല്ലാ വർഷവും ചത്തു പോകാറുണ്ട്, ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ഏറ്റവും ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഈ കഴുതയാണ്. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അത് രാത്രിയിലേ വരത്തുള്ളൂ. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് സ്റ്റാഫിനെ ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ? എല്ലാ സ്റ്റാഫ് ചെയ്താൽ ഇത്ര ഏരിയ ഉണ്ടല്ലോ, അതൊരു സൈഡിൽ കൂടെ കയറും. അതിനെ നമ്മൾ ഓടിക്കാൻ ചെന്നാൽ നമ്മളെ കടിക്കാൻ വരും. പടക്കം പൊട്ടിച്ച അങ്ങനെയുള്ള പടക്കം ഇത്രയും വീടുള്ളപ്പോൾ രാത്രി പടക്കം പൊട്ടി
പൂട്ടിയിട്ടൊന്നും പറ്റത്തില്ല, ബുദ്ധിമുട്ടല്ലേ, അവർക്കും വീട്ടുകാർക്ക് ഉറങ്ങണ്ടേ. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് കടകം പൊട്ടിക്കാറില്ല. കടകം പൊട്ടിച്ചാൽ മാറില്ല. പക്ഷേ ഇത്ര വീടുള്ളത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ചെയ്യുന്ന കാര്യം. പിന്നെ ഇതിനകത്ത് പുതിയ കർഷകരായാലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം ഒന്ന് പറയാം, എങ്ങനെയാന്ന് അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താ പറയാം? പുതിയ കർഷകർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അവരിതിൻ്റെ മേളിൽ ഫുൾ ടൈം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാതെ ഇവരെ കൊണ്ട് മീനെ ഇട്ടിട്ട് പരിക്കാത്തിരിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ 2 പണിക്കാരെ വെച്ചിട്ടുണ്ട്, അവർ നോക്കും എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ രാവിലെ. ഇതിന് കഷ്ടപ്പാടുകൾ ആദ്യം മുതൽ പറയുന്നുണ്ടല്ലോ, എന്താ കഷ്ടപ്പാട് അതൊന്ന് വിവരിക്കാം. ഒന്ന്, നമ്മുടെ മീന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് വെള്ളത്തിന്റെ അമോണിയ കൂടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ കഴുന്ന കയറുന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് നോക്കിയാൽ ഒരു ദിവസം നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ മീൻ തീറ്റി തിന്നാതെ വരും ചിലപ്പോൾ. അപ്പം നമ്മൾ കൊടുക്കും തീറ്റി അവിടെ കിടക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അമോണിയായി മാറും. അപ്പം അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അമോണിയാണ്. അങ്ങനെയുണ്ട്. അത് വെള്ളം സ്ഥിരം വന്ന് നോക്കിയെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രോഫിറ്റ് തീരെ, അതായത് കർഷകന് പ്രോഫിറ്റ് ഇല്ല. ഇത് മാർക്കറ്റിൽ വിൽക്കുന്നതിന്റെ 1/3 വിലയെ കർഷകനെ കിട്ടത്തുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് തീറ്റയും കൊടുത്ത് വലുതാക്കി വരുമ്പോഴത്തേക്കും കർഷകന് കിട്ടുന്നത് 1/3 വില. മാർക്കറ്റിൽ വിൽക്കുന്നതിന് ഇങ്ങനെ കർഷകർക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ, എങ്ങനെങ്കിലും ഈ നേരിട്ട് എന്തെങ്കിലും ഒരു മാർക്കറ്റ് വിപണി കണ്ടെത്തുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടെ നടക്കത്തില്ല. അതാണ് ബുദ്ധിമുട്ട്. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ സർക്കാർ അങ്ങനെ എന്തെങ്കിലും മാർഗം കൊണ്ടുവരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ മത്സ്യഫെഡ് പോലെയുള്ള അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കടപ്പുറത്ത് മത്തി വിൽക്കുന്നത് 30 രൂപയ്ക്കായിരിക്കും. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ എവിടെയെങ്കിലും കിട്ടുമോ 100 രൂപ, 200 രൂപ. അതെ, 30 രൂപയ്ക്ക് മാർക്കറ്റ് മത്തി കയറ്റിയാലും നമുക്കിവിടെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും. വളർത്തുമീനാന്ന് പറഞ്ഞാൽ എല്ലാം മീനിന്റെ പോകുന്ന കർഷകന് കിട്ടുന്ന തുച്ഛമാണ്. തീറ്റയുടെ ഒക്കെ ക്രമാതീത വില കൂടി. അതായത് കാര്യം പറഞ്ഞാൽ ഞങ്ങൾ 2018 തുടക്കുമ്പോഴത്തേക്കും 250 രൂപയ്ക്ക് 1 കിലോ സിലോപ്പിയോട് വിറ്റ് പോകുമായിരുന്നു. 250 രൂപയ്ക്ക് സിലോപ്പി അന്ന് വിറ്റ് പോകുമായിരുന്നു. ചില്ലറ വിൽക്കുന്നത്. അന്ന് ഒരു ചാക്ക് തീറ്റയ്ക്ക് 1200 വിലയുള്ളായിരുന്നു. 50 കിലോ പായ്ക്കിന് 1200 വിലയുള്ളായിരുന്നു. ഇന്ന് ആ തീറ്റയ്ക്ക് 2200 ആയി. ഇന്ന് സിലോപ്പിക്ക് 100 രൂപ കിട്ടത്തുള്ളൂ വിറ്റാല് കിട്ടുള്ളൂ. മനസ്സിലായി. അപ്പം തീറ്റയുടെ വില ഇരട്ടിയാവും, മീനിന്റെ വില നേരെ പകുതിയാവുകയും ചെയ്തു. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളി ഗൾഫിലായിരുന്നു. ഞാൻ പുള്ളി അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പുള്ളി വന്നു. ഇപ്പം പുള്ളിയാണ് അതിന്റെ കാര്യങ്ങൾ കൂടുതലും നോക്കുന്നത്. പുതിയ കർഷകരോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കഷ്ടപ്പാടിന്റെ കാര്യം പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് എന്താ പുതിയ കർഷകരോട് താല്പര്യമുള്ള, അത് ഇതിനോടൊരു താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മീൻ വളർത്തുക ഒരു ബിസിനസ്സിനുപരി അതിനൊരു പാഷൻ കണ്ടെത്തുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമുക്ക് ഇത്ര സ്ഥലമില്ല, എന്നാ പറയുന്നത്, വെള്ളമില്ലാത്ത കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന, അതെങ്ങനെയാണെന്നുള്ളത്? ഒരിക്കലും ലാഭമാകുമോ മുതലാകുമോ എന്ന് വിചാരിച്ച് ചെയ്യരുത്. വീട്ടിൽ നമുക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും മുതലാകത്തില്ല. ഒരിക്കലും മുതലാകത്തില്ല. മുതൽ പോലും ലാഭമല്ല, മുതൽ പോലും ആകത്തില്ല. പടുതാക്കുളം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതൊരിക്കലും മുതലാകത്തില്ല. പിന്നെ ഹോബിക്ക് വേണ്ടിയാണ് ചെയ്യാം. അതേ ഉള്ളൂ. അപ്പോൾ ശരി ശ്രീനാഥ്, ഇത്തരം വിവരങ്ങൾ പങ്കുവെച്ചതിനെ വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ശരി. സുഹൃത്തുക്കളെ, ഇപ്പോൾ എൻ്റെ സമീപം കബീർ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ചേട്ടൻ ചെയ്യുന്ന പറയും മത്സ്യകൃഷിയുടെ മാർക്കറ്റിംഗ് വിഭാഗം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമ്മുടെ ഈ നിങ്ങളെ ഈ മാർക്കറ്റിംഗ്, ഇവര് കൃഷി ചെയ്ത് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് പറയാം? എവിടെ കൊടുക്കുന്നു, എങ്ങനെ കൊണ്ടുപോകുന്നു? മാർക്കറ്റ് കാര്യം ഞങ്ങൾ ഇവിടെ നിന്ന് മീൻ വിലയ്ക്ക് വാങ്ങും. വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഐസ് ചെയ്യും. ഈ ബോക്സിനകത്താക്കി കൃത്യമായ തൂക്കത്തിൽ ഒരു ബോക്സിൽ ഇത്ര കിലോ, 40 കിലോ അല്ലെങ്കിൽ 35 കിലോ അല്ലെങ്കിൽ 30 കിലോ അത് ഐസ് ചെയ്താണ് പോകുന്നത്. ഐസ് ചെയ്ത് മാർക്കറ്റിൽ പോകും. മാർക്കറ്റ് പോയി ഇന്ന് പോയാൽ നാളെ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജീവനോടല്ലേ മാർക്കറ്റ് ചെയ്യുന്നത്, ഐസ് ചെയ്താണ്. ഇത് പിടിച്ചോണ്ട് പോയിട്ട് പ്ലാന്റിൽ പോയി ഐസ് ചെയ്ത് നാളെ രാവിലത്തെ മാർക്കറ്റിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റ് എവിടെയായിരിക്കും? നമ്മുടെ ചമ്പക്കര മുതൽ കോഴിക്കോട്, കണ്ണൂർ വരെയൊക്കെ പോകും. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ അകത്ത് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തമിഴ്നാട് പോകും, കോയമ്പത്തൂർ വിൽക്കും. അങ്ങനെ മാർക്കറ്റ് ചെയ്യും. അപ്പൊ ഇവരെ എങ്ങനെ കണ്ടെത്തുന്നത്? ഈ ഇങ്ങനെയുള്ള മത്സ്യക്കാർ നിങ്ങളോട് നേരിട്ട് ബന്ധമുണ്ട്. ബന്ധങ്ങളുണ്ടല്ലോ, കണക്ഷൻസ് ഉണ്ട്. നമ്മളെ ഞങ്ങൾ അവർക്കും അറിയാം, അവരെ ഞങ്ങൾക്കും അറിയാം. കൃഷിക്കാർ ഇതേപോലെ ഒരുപാട് പേരുണ്ട്, അവിടെ പോയി മീൻ മേടിക്കും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, മറ്റ് മാർക്കറ്റുകൾ വരുന്നുണ്ടല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇതിനേക്കാളും വില കുറച്ചാണ് അവരോട് വരുന്നത്. അതിനകത്ത് പിടിച്ചിരിക്കുന്നത് അവിടെ പ്രശ്നം വരുന്നത്. അവിടെ നിന്ന് മീൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മീൻ വില കുറയും.
നഷ്ടം വരും. ക്വാളിറ്റി വ്യത്യാസമുണ്ട് നമ്മുടെ മീനോ അവരുടെ മീന് ഇത് എല്ലാം ഒരു മീൻ തന്നെ, എല്ലാം ഈ വളമാണ്. ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. അവരത്ര ലോങ്ങിൽ നിന്ന് വരുന്ന കാരണം വിറ്റ് തീർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത്രേ ഉള്ളൂ, വില നോക്കാം, വിലയല്ല. അത് വിറ്റ് തീർത്തിട്ട് വണ്ടിയൊക്കെ പോകും. ഓ അങ്ങനെ നമ്മളും ആ വിലക്ക് വിൽക്കേണ്ടി വരും. ബിസിനസ് ആ നഷ്ടവും ലാഭം വരും. അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ? അപ്പൊ എല്ലാ കച്ചവടം നമുക്ക് ലാഭം കിട്ടത്തില്ല. അപ്പൊ ഇതിന്റെ മീൻ പിടിക്കുന്നതിന്റെ ചെലവ് എല്ലാം നിങ്ങളാ ചെയ്യുന്നത്? മീൻ പിടിച്ച് ഞങ്ങൾക്ക് ഇവിടെ തരണം. ഓ അല്ലാതെ അതും കർഷകന്റെ? അതും കർഷകൻ. ഓ അങ്ങനെ ഉണ്ടല്ലേ. അത് വലിയൊരു ഭീമമായ ചെലവാണല്ലോ. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും നല്ലൊരു ചെലവ് വരുന്നു. പിടിച്ചില്ലേ കുളത്തിൽ കിടക്കും മീൻ. അങ്ങനെയല്ലേ. അപ്പൊ നിങ്ങൾക്ക് കരക്ക് എത്തിച്ചു തരിക, ബാക്കി അപ്പൊ നിങ്ങൾക്ക് ലോഡ് ചെയ്യുന്ന ചാർജ് അതൊക്കെ ഞങ്ങളാ. ഇതൊക്കെ ഞങ്ങളുടെ പണിക്കാരാ. നിങ്ങൾ പണിക്കാരെ ലോഡ് ചെയ്യും. ഓ നിങ്ങൾക്ക് കരയിൽ എത്തിച്ചു തരിക എന്ന് മാത്രമേ ഉള്ളൂ. ഓ അപ്പൊ സാധാരണഗതിയിൽ ഒരു മീനെ ഒരു വെട്ടി മീൻ എത്ര കിലോ ആണ് ഏകദേശം? 40 കിലോ ചാളും. 40 കിലോ വെച്ചാൽ നിങ്ങൾ ലോഡ് ചെയ്യും. ഓ അങ്ങനെ കയറി പോകണം. അപ്പൊ അവിടെ ചെന്ന് മാർക്കറ്റിൽ 10 ബോക്സ് ഇറക്കും. എല്ലാം കൂടെ ഒരു മാർക്കറ്റിലല്ല ഇറക്കും. ചമ്പക്കല്ല 10 ബോക്സ്, ആലു 10, അങ്ങനെ ഇറക്കി അങ്ങ് പോകും. തിരിച്ചു വരുമ്പോൾ കാലി ബോക്സ് കൊടുക്കും, പൈസയും കളക്ട് ചെയ്ത് വരും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ റോൾ ചെയ്ത് ഇങ്ങനെ ഓരോ മാർക്കറ്റുകളും ഉണ്ട്, ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുക, അങ്ങനെ ചെയ്യാൻ അല്ലേ? മാർക്കറ്റിൽ കമ്മീഷക്കാരുണ്ട്. അവിടെയും കമ്മീഷൻ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കർഷകനെ നിങ്ങള് പിന്നെ അവിടെ കമ്മീഷക്കാരുണ്ട്. അങ്ങനെ 1 ലക്ഷം രൂപയ്ക്ക് 12,000 രൂപ ഒരു കമ്മീഷൻ എടുക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കർഷകൻ നമ്മളെ ശരിക്കും പറഞ്ഞ ഉപഭോക്താക്കൾ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയുന്നത് എത്രാമത്തെ ആളായിട്ട് വരും പറയുവാണ്? നിലവിലിപ്പോ ഇവര് കർഷകനെ നിങ്ങൾ മീഡിയേറ്റർ എടുത്തോണ്ട് പോകുന്നു. ഞങ്ങളുടെ വേറെ മാർക്കറ്റിൽ ഒരാൾ വാങ്ങുന്നു. ഏജന്റ് ആയിരിക്കും വാങ്ങുന്നത്. അവിടെ നിന്ന് ചില്ലറക്കാർ മേടിച്ചോണ്ട് പോകും. അതെ, 10ഉം 15ഉം പെട്ടി എടുക്കുന്നവർ കാണും. അവരുടെ നിന്ന് പിന്നെ വേറെ ഒരേ ബോക്സ് എടുക്കുന്നവർ കാണും. അവരുടെ നിന്ന് 10 കിലോ 20 കിലോ തൂക്കി എടുക്കുന്നവർ. അപ്പൊ 6-7 ഒക്കെ മറിഞ്ഞു പോയിട്ടാണ് ഈ നമുക്ക് 150 രൂപയൊക്കെ കിട്ടുന്നത്. അതെ കടകളിൽ കിട്ടുന്നത്. ഓ ശരി. അപ്പൊ ശരിക്കും കർഷകന് വലിയതായിട്ട് അതിനകത്ത് ഇത്ര കിട്ടത്തുള്ളൂ. അതങ്ങനെയാണ്. ഇത് മാത്രമല്ല, എല്ലാം അങ്ങനെ. നമ്മളിപ്പോ മീൻ മാത്രമല്ലല്ലോ, കർഷകരുണ്ടാക്കിയാലും അതില്ല. അല്ല ഞാൻ പറഞ്ഞല്ലോ മീഡിയേറ്റേഴ്സിന്റെ ഇടനിലക്കാരുടെ കാര്യം. ഒരുപാട് പേർക്ക് ജീവിതമാർഗം അത്ര മനസ്സിലാക്കി ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് വരും. ജീവിതമുണ്ട്. സംഭവം നമ്മൾ നോക്കുമ്പോൾ കുറച്ച് മീനിനെ വിട്ട് വളർത്തുന്നു, പക്ഷെ അതല്ല. ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. 40 വെട്ടിക്കൊണ്ട് തന്നെ എത്രയോ പേര് ജീവിക്കും. ഡ്രൈവർ ജീവിക്കും, ഈ പണിക്കാർ ജീവിക്കും, അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സൈക്കിളുകാരും ജീവിക്കും. അങ്ങനെ അതൊക്കെ തന്നെ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ശരി, എല്ലാവർക്കും ഒരു ജീവിതമാർഗം. അപ്പം ശരി ചേട്ടാ, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. സുഹൃത്തുക്കളെ, എൻ്റെ അടുത്ത് ഇപ്പോൾ സജിമോൻ എന്ന് പറഞ്ഞ ഒരു കർഷകനുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. മീൻ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ? നിങ്ങളുടെ പിന്നെ പങ്കാളി അറിയുന്ന വെച്ചാൽ എനിക്കിപ്പോൾ 6-7 വർഷമായിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. ഞാൻ പ്രവാസിയായിരുന്നു. അതെല്ലാം പുള്ളി വിളിച്ചെന്നെ അവിടെ കൊണ്ടുവന്ന് ഇതിനോട്ട് ഇപ്പം ഇതിൻ്റെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് ചൂടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും വരും. വെള്ളം തീരെ പറ്റും. ഡെയിലി 10-50 കിലോ മീൻ ചാകാറുണ്ട്. ഡെയിലി എല്ലാ ദിവസവും ഈ ചൂട് സമയത്ത് ഭയങ്കരമായിട്ട് ഇതാണ്. വെള്ളം തീരെ കുറവാണ്. നമുക്ക് ചെലവ് ഭയങ്കര. അപ്പൊ നിങ്ങൾ ഈ ചൂട് കുറയ്ക്കാൻ നാച്ചുറലായിട്ട് എന്താ ചെയ്യുന്നത്? പുതിയ വെള്ളം അടിച്ച് കയറ്റുക എന്നുള്ളത്. തോട്ടിലും വെള്ളമില്ല. തോട്ടിലും വെള്ളം പറ്റി കഴിയുമ്പോൾ തോട്ടിലും വെള്ളമില്ല. പിന്നെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു പോകുമ്പോൾ കുറെയൊക്കെ ചത്തുപോകും. ഒരുപാട് നഷ്ടങ്ങൾ വരും. ഇപ്പൊ മീൻ കൃഷിയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് വെള്ളം എപ്പോഴും നല്ല ശുദ്ധ വെള്ളമായിരിക്കണം. പിന്നെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കണം. കഷ്ടപ്പാടാണ്, നല്ല കഷ്ടപ്പാടും നല്ലോണക്കും. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഇതിന് വേണ്ടി ചെലവഴിക്കേണ്ടത്? നിങ്ങൾ ജോലിക്കാരെ വെച്ചാൽ തന്നെ? ഞങ്ങൾ 2 ജോലിക്കാരുണ്ട് റെഡി ഉണ്ട് ഓൾറെഡി. പിന്നെ ഞാനെന്നും ഡെയിലി രാവിലെ വരും. വൈകിട്ട് വന്നാൽ പിന്നെ 10-10:30 പോകത്തുള്ളൂ. രാവിലെ വന്നിട്ട് 8-9 മണിയാകുമ്പോൾ പോകും. അത് കഴിഞ്ഞ് വൈകിട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ വരും. വന്നു കഴിഞ്ഞ് പിന്നെ 10-10:30 പോകും. അതുവരെയുള്ള ജോലി എന്തുവാ? ജോലി ചുമ്മാ ചുറ്റും നടക്കുക, അവിടെ നോക്കുക, എടുക്കുക, അതൊക്കെ ഉള്ളു. അങ്ങനെയൊക്കെ ഉണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ വെള്ളം പൊങ്ങിയാൽ ഒറ്റ അവസ്ഥ അറിയാലോ. അറിയാം, മൊത്തം പോകും. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? മീൻ കൃഷി എപ്പോഴും മീനെ നോക്കുക. മീൻ എന്തെങ്കിലും ഫംഗസ് പറ്റിയിട്ടുണ്ടോ എടുക്കണം നോക്കുക. അത് മീനെ എടുത്ത് നോക്കാതെ അറിയാൻ പറ്റുമോ? എടുത്ത് നോക്കിയാൽ അറിയാം. ചാകുന്ന എടുത്ത് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫംഗസ് പറ്റിയതാണോ നോക്കണം. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. മീനിന്റെ തീറ്റയുടെ കാര്യം. തീറ്റി
കൂടിപ്പോയാലും വിഷയമാണ്. ഇപ്പൊ തീറ്റി കൂടെ ഇല്ല, തീറ്റി കിട്ടാൻ ഇപ്പൊ പണ്ടത്തങ്ങനെ തീറ്റി കിട്ടാനില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് ഈ പുതിയതായിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുള്ള ഉപദേശങ്ങൾ? നല്ല കാര്യമാണ് ഈ ഫീൽഡിലോട്ട് ഏതും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മുടെ ഇതുകൊണ്ടുണ്ടാക്കുന്നില്ലേ, നല്ല കാര്യമാണ്. ആരും ഇപ്പോൾ തലമുറ ആരും ഇതിനോട്ട് ഇറങ്ങി വരാൻ ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഇപ്പം ഈ ഒരു കൃഷി വളരെ കുറവല്ലേ, ഇഷ്ടംപോലെ പാടശേഖരങ്ങൾ കൃഷിയില്ലാതെ കാട് പിടിച്ച് വെള്ളം കയറി ഭയങ്കര അങ്ങനെയുള്ളതൊക്കെ തെളിച്ചെടുക്കരുത്. ഇത് ഞങ്ങൾ അത് കണക്കിന് 15-18 ലക്ഷം നമ്മളൊക്കെ തെളിച്ചെടുത്താ അന്ന് വർഷങ്ങളോളം കൃഷിയിലായിരുന്നു. ഇപ്പൊ ഇത്ര ഏരിയ ഉള്ളതാ. നമുക്കിപ്പോ എപ്പോഴും ഇത് പൊങ്ങുന്ന എടുക്കാം, ഇത് എപ്പോഴും ആകുന്ന അറിയത്തില്ല. നമ്മൾ രാവിലെ തൊട്ടിപ്പോ പോയി നോക്കി ഉള്ളതെല്ലാം എടുക്കും, വൈകിട്ടും പോകും. പിന്നെ ഇടയ്ക്ക് വരുമല്ലോ ഉച്ച ഈ സമയത്തൊക്കെ പോകുമ്പോഴത്തേക്ക്. പിന്നെ അവരും രണ്ടുപേരേ ഉള്ളു. അപ്പോൾ ഇത്ര ഇവര് കറങ്ങി വരുമ്പോഴത്തേക്ക് സമയം പിടിക്കും. ക്യാമറ അങ്ങനെ സംവിധാനം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, ചെയ്തിട്ടില്ല ഇത് ഭയങ്കരമായിട്ടും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ കാര്യങ്ങൾ? കൃഷി വകുപ്പിൽ നിന്നൊന്നും സഹായമൊന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല. അതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടായത്. പിന്നെ നമുക്കിത് പാടമായതുകൊണ്ട് കിട്ടത്തില്ല. കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നോണ്ടാണോ ഇനി നെൽകൃഷി അല്ലാതെ ചെയ്യുന്നോണ്ടാണോ? നെൽകൃഷി അല്ല, വലിയ പാടമായത്. വലിയ പാടത്തിൽ അവർ കൊടുക്കുന്നില്ല. ഫെൻസിങ്ങിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പോയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃഷി വകുപ്പ് അറിയിക്കാറില്ലേ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. 2 വർഷം വരും. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ വേറെ എന്തെങ്കിലും സഹായങ്ങളുണ്ട്? ഇപ്പൊ മീനുണ്ടാകുന്ന രോഗങ്ങളോ കാര്യങ്ങളൊക്കെ കുറിച്ച് സർക്കാരിന് ഒരു സഹായങ്ങളും അല്ല, അങ്ങനെയുള്ള അറിയിപ്പുകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് തരുമോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ക്ലാസ് എന്തെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടോ ഇതിനു വേണ്ടി? ഇല്ല, ഇതിനു വേണ്ടി പോയിട്ടില്ല. നിങ്ങൾ തന്നെ മറ്റുള്ളവരിൽ നിന്നും പിന്നെ എക്സ്പീരിയൻസ് ആക്കിയെടുത്തോ? നമുക്ക് ക്ലാസ്സുകളൊന്നും പങ്കെടുത്തിട്ടേ ഇല്ല. നമുക്ക് ഈ കാല് വേണം, നാട്ടാനുള്ള വല വേണം. വലയൊക്കെ 1 വർഷം ആകുമ്പോൾ എല്ലാം പോകും. ഓരോ വർഷം ഞാൻ ചോദിക്കുന്ന ഈ വലകൾ നിങ്ങൾ സെക്കൻഡ് വലകളാണ് മേടിക്കുന്നത്? അല്ല, പുതിയ തന്നെ മേടിക്കുന്നത്. പുതിയ വല മേടിച്ചിട്ട് ആ വലകൾ തന്നെ അല്ലേ? ഇതെല്ലാം ചുറ്റും നീ കെട്ടണം. ഇതെല്ലാം കെട്ടുന്നതിന് നല്ല ചെലവാണ്. ആണല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ ഇത് ജോലി ചെയ്യുമോ അതോ ജോലിക്കാർ? അല്ല, നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങത്തില്ല. നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ്. അപ്പൊ അവര് ചെയ്ത് തരും. അവർ ഈ ജീവ പിടിക്കുന്നവരെ ആ പണിയൊക്കെ ചെയ്യും. ആണോ? ഇവർ തന്നെയാണല്ലോ. അവർ തന്നെ. ഇതിനൊക്കെ പ്രത്യേക ലേബറല്ലേ? അതിനൊക്കെ പ്രത്യേക ലേബറല്ല, സാധാരണ ലേബറിനെക്കാളും കൂടുതലായിരിക്കും. അതെ. പിന്നെ അല്ലാതെ നാട്ടുകാർക്ക് എന്തായാലും മാസത്തിൽ 3-4 ദിവസം പണി അവർക്ക് നാട്ടുകാർക്കുണ്ട്. വേസ്റ്റ് അതൊക്കെ പറഞ്ഞുതരാമോ? നമ്മൾ പിന്നെ ഹോട്ടൽ വേസ്റ്റ് ഉണ്ട്, നമ്മുടെ ബേക്കറി വേസ്റ്റ്, ഈ ബ്രെഡൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ബ്രെഡൊക്കെ അതൊക്കെ. ഓക്കെ. അപ്പൊ ചേട്ടാ, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടോ? നമുക്ക് അവർക്ക് വന്ന് ഇത് ഇറങ്ങി കഷ്ടപ്പെടാനും നല്ല മനസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കഷ്ടപ്പാടുണ്ട്. ഓക്കെ. അപ്പൊ ശരി ചേട്ടാ, ഇത്രയും വിവരങ്ങളൊക്കെ പങ്കുവച്ചാൽ വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.
80 മേളിലായിട്ടുണ്ട്.